സുഹൃത്തുക്കളൊക്കെ മറ്റു സുഹൃത്തുക്കളോട് വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഈ നേരിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും വലിയ വിജയ സമൂഹത്തിന്, സമുദായത്തിന്, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നിഷ്കളങ്കമായി പ്രവാചകരെ സ്നേഹിക്കുന്ന പ്രവാചക സ്നേഹികളായ ലോക മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജം സ്ഥാപിച്ചവർക്കെതിരെ വലിയൊരു വിജയം നേടിയെടുക്കുന്നതിലുള്ള ഒരു പടയണിയുടെ മുമ്പിൽ നിന്ന് പോരാളികളുടെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള തേരാളിയായി മാറിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉസ്താദിനെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് അവരുടെ മൈക്കിലേക്ക് സഹർഷം സവിനയം സാദരം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിച്ചുകൊള്ളുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് നമ്മളെ ക്ലാസ് റൂമിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله عليه توكلت وهو رب العرش العظيم. صدق الله العظيم. ആദരണീയരും സ്നേഹസമ്പന്നരുമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശിഷ്യ ഈ ക്ലാസും സംഘടിപ്പിക്കുന്നതിനും തുടക്കം മുതൽ ഇതുവരെ കർമ്മനിരതരായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം ക്ലാസുകളിൽ നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരും ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരുമായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൽ ഏതാനും സമയം ചെലവഴിച്ച ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംബന്ധിക്കാൻ സാധിച്ചു. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സാധാരണ നിന്ന് ഭിന്നമായി ഇന്നത്തെ ഈ ക്ലാസ് റൂം അനിവാര്യമായൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകരായ ചുവടുവെപ്പുള്ള പൊന്നനുജന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി
പ്രത്യേകിച്ചും ഇതിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾ, ഈ ക്ലാസും സജ്ജീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നൂറുദ്ദീൻ തങ്ങൾ, പ്രിയങ്കരനായ ഇസ്ഹാഖ് സാഹിബ് മഞ്ചേരി, പ്രിയങ്കരനായ മൻസൂർ അലി, ഇവരൊക്കെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ ദിവസം, ഇന്ന് ഹർത്താലിന്റെ ദിവസമാണ് മലപ്പുറം ജില്ലയിൽ, ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരിൽ നിന്നും ഈ ഒരു വലിയ ധർമ്മ സമരത്തിന് നേതൃത്വം നൽകിയവരെന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠജന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നല്ല അമലായി ഖബൂൽ ചെയ്യുകയും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ധർമ്മ സമരത്തിന്റെ ഫലമായി നമ്മൾ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിലും നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹബ്ബത്ത് കൊണ്ട് ശഫാഅത്ത് വഴി നമുക്ക് രക്ഷ നൽകുവാനും ദയാനിധിയായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. വ്യാജമുടിയുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകകരവും ആശ്ചര്യകരവുമായ സംഭവ വികാസങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ചു മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. തത്സംബന്ധമായി കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇതിനകം നടന്നുകഴിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ഒട്ടനവധി സംഭവവികാസങ്ങൾ വീഡിയോ ക്ലിപ്പിങ്ങുകളുടെ തന്നെ പിൻബലത്തോടുകൂടി, ഓഡിയോ ക്ലിപ്പിംഗ് അല്ല, വീഡിയോ ക്ലിപ്പിങ്ങുകളുടെ തന്നെ പിൻബലത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അല്പം വിശാലമായി മറ്റന്നാൾ കോഴിക്കോട് വെച്ച് പ്രോഗ്രാം നടക്കുകയാണ്. അത് കേൾക്കാനും കാര്യങ്ങൾ ഡീറ്റെയിലായി മനസ്സിലാക്കാനും ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ അന്ന് നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം വിശദമായി ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇത്തരം സംഭവവികാസങ്ങൾ നമുക്ക് ഇസ്ലാമിലും അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. പ്രവാചക തിരുമേനി വഫാത്തായി എന്നത് സത്യമാണ്. അതേസമയം ആത്മീയമായി ഇന്നും നമ്മോടൊപ്പം സജീവ സാന്നിധ്യം കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അനിഷേധ്യമായ പരമാർത്ഥമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അക്കാര്യം ആധികാരികമായി അടിവരയിട്ട് പറയുന്നുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മരണാനന്തരമുള്ള കഴിവുകൾ നിഷേധിക്കുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ പോലും മഹാനായ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ അംഗീകരിക്കുന്നുണ്ട്. അതിനവർ പറയുന്ന ന്യായം അത് പ്രവാചക തിരുമേനിയുടെ പ്രത്യേകതയാണ്, എല്ലാ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവർ പതിവ്. അതിൽപ്പെട്ടതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്ത് ആര് എവിടെ വെച്ച് സ്വലാത്തിന്റെ പ്രാർത്ഥനകൾ നടത്തിയാലും, ആര് ഏത് വിധത്തിൽ എവിടെ വെച്ച് പ്രവാചക തിരുമേനിക്ക് സലാം സമാധാനത്തിന്റെ വചനങ്ങൾ ചൊരിഞ്ഞാലും തത്സമയം പ്രവാചക തിരുമേനി കേൾക്കും, അത് തിരിച്ചറിയും. ഫഇന്ന സ്വലാത്തക്കും ആറുദത്തുൻ അറിയാം, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനകൾ സ്വലാത്ത് എനിക്ക് ലൈവായി കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും, പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന വചനവും മാ മിൻകും മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ അലൈഹിസ്സലാം, ആരെവിടെ വെച്ച് എനിക്ക് സലാം ചൊല്ലിയാലും എന്റെ ആത്മീയമായ പ്രത്യേകത കൊണ്ട് അള്ളാഹു എനിക്ക് എന്റെ ആത്മാവിനെ തിരിച്ചു തന്നതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും സലാം എനിക്ക് തിരിച്ചറിയാനും ആ തത്സമയം സലാം തിരിച്ചു മടക്കാനും എനിക്ക് സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ. ഈ വചനങ്ങൾ സ്വഹീഹാണെന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഹദീസാണെന്ന് മാത്രമല്ല, അവിടെ ആദരണീയനായ ലോക പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സ്വഹീഹ് എന്ന് സർട്ടിഫൈ ചെയ്ത ഹദീസ് കൂടിയാണെന്ന് സാന്ദർഭികമായി നമ്മൾ ശ്രദ്ധിക്കുക. ആ പ്രവാചക തിരുമേനി
നമ്മോടൊപ്പം ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ പങ്കുചേരുകയും കേൾക്കുകയും തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊരു പരമാർത്ഥം മാത്രമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞ ഒരു വചനമാണ്. ആ വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സത്യം പറയട്ടെ. ഈ വ്യാജമുടിയുടെ ഓപ്പറേഷൻ നടത്തി അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ ഘട്ടങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ മൊത്തം മുസ്ലിം സമൂഹത്തിൽ അത് വിഭാഗീയതക്കതീതമായി ഈ മുടി വ്യാജമാണെന്ന് പൊതുവെ സമ്മതിക്കുന്ന, മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ എത്തിക്കാൻ സാധിച്ച സാഹചര്യത്തിൽ തന്നെ ഈ മുടിയുമായി ബന്ധപ്പെട്ട് 40 ലക്ഷം രൂപ അവർ പരസ്യപ്പെടുത്തുന്നതനുസരിച്ച് അത്ര സംഖ്യ, അതിലും എത്രയോ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പള്ളിയുടെ തറയുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് അബുദാബിയിലെ അറബിയിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയാൻ സാധിച്ചു. അപ്പൊ പ്ലാൻ ചെയ്ത 40 ലക്ഷം രൂപയ്ക്ക് പുറമെ അറബികൾ എത്ര വാങ്ങി സംഘടിപ്പിച്ച് നമുക്ക് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല. ഈ കാശ് ഇതിന്റെ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, ആ നിയുക്ത വ്യാജ മുടി വെക്കാനുള്ള പള്ളിക്ക് ചുറ്റും കോടികൾ ഷെയർ പിരിച്ചുകൊണ്ട് ഇതിന്റെ മറവിൽ ടൗൺഷിപ്പ് സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമൂഹം മാത്രമല്ല, അമുസ്ലിം സമൂഹം പോലും ഇത് പൊതു ചർച്ചയായി മാറിയപ്പോൾ വളരെ നിസ്സാരമായി കണ്ട, വളരെ മോശമായ ഒരു രീതിയിൽ നോക്കിക്കണ്ട ഒരു സംരംഭമായിരുന്നു കാന്തപുരത്തിന്റെ ഈ ശ്രമങ്ങളൊക്കെ. ആ നിലയിൽ വിജയകരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസകരമായ കാര്യം, ഇന്ന് കേരളത്തിൽ UDF ഗവൺമെന്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റ് പ്രത്യേകത, UDF ഗവൺമെന്റിലെ ഏറ്റവും രണ്ടാമത്തെ ഘടകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ ആദരണീയ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അള്ളാഹു മഹാനവർക്ക് ഒരുപാട് കാലം ആയുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിനും സമസ്ത കേരള ജംഇയ്യത്തുലമയോടും അതിന്റെ ഘടകങ്ങളോടും 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ കൂടിയാണ് അദ്ദേഹം. മഹായുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിലാണ് നമ്മുടെ പ്രവർത്തകർ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷവും. പിന്നെ സ്വാഭാവികം UDFന്റെ മറ്റ് ഘടകകക്ഷികളും ആപേക്ഷികമായി LDFനെ അപേക്ഷിച്ച് നമ്മുടെ നല്ലൊരു വിഭാഗം UDFന്റെ ആളുകളാണ്. ആ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഈ വ്യാജമുടിക്കെതിരെ ഒരു സ്വകാര്യ വ്യക്തി പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് വളരെ മോശമായ അഫിഡവിറ്റ് നൽകിയെന്ന് നമ്മൾ ഏറെ ഈ സമരത്തിനിടയിൽ വേദനിപ്പിച്ച കാര്യമായിരുന്നു. അഫിഡവിറ്റ് നൽകിയെന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഭാഗം, കാന്തപുരം എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ഫേമസ് ആയ ലോക പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ഈ വ്യാജമുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ അന്വേഷണം നടത്തിയാൽ രാജ്യത്ത് ക്രമസമാധാന തകർച്ച നേടുമെന്നും മാത്രമല്ല, ഈ ആരോപിക്കുന്ന പോലെ ഒരു നയാ പൈസയും അദ്ദേഹം കാശ് പിരിച്ചിട്ടില്ല എന്നും, ഹർജിക്കാരന്റെ വാദം കേവലം ബാലിശമായി ഒരു വിലയും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഫിഡവിറ്റാണ് സർക്കാർ കൊടുത്തത്. അത് നമ്മളേറെ വേദനിപ്പിച്ചു. നമ്മൾ സമരരംഗത്ത് വരാൻ നിർബന്ധിതമായി. തിരുത്തുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും. ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല, ഇന്ന് മിനിഞ്ഞാന്നും അവർ തിരുത്തും, ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, ഞാൻ ആ ചർച്ചയ്ക്ക് പോകുന്നില്ല. പക്ഷെ അതിനനുബന്ധമായി ഈ വ്യാജമുടിയുടെ മറവിൽ അത് സ്ഥാപിക്കാനുള്ള പള്ളി നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞ് ആ പള്ളിയിലേക്ക് ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുമെന്ന് പറഞ്ഞ് ഈ ജനലക്ഷങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവിടെ വമ്പിച്ചൊരു ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ സാധിക്കുമെന്ന മോഹന വാഗ്ദാനം നൽകി
ഒരുപാട് മലയാളികളിൽ നിന്നും ബിസിനസ് പ്രമുഖന്മാരിൽ നിന്നും കോടികൾ ഷെയർ പിരിച്ച് ഫസ്റ്റ് ഗഡു കാന്തപുരം വാങ്ങിവെച്ചിരിക്കുകയാണ്. ആ വാങ്ങിവെച്ചത് നമുക്ക് പ്രയാസമില്ല. പക്ഷെ പച്ചയായ ഒരു സത്യം, കേരളത്തിലെ ഒരു സാധാരണ കൊച്ചു കുട്ടിക്ക് പോലും തിരിച്ചറിയുന്ന ഒരു സത്യം, ഈ വ്യാജമൊഴി സ്ഥാപിക്കാനാണ് ഈ ഷഹർ മുബാറക്ക് പള്ളിയെന്നും മസ്ജിദുൽ ആസാർ എന്നും മാറി മാറി പറയുന്ന ഈ പള്ളിയെന്നും ആ പള്ളിക്ക് ചുറ്റുമുള്ളത് അതിനെ കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പുമാണിത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിന് നോളജ് സിറ്റി എന്നും ടൗൺഷിപ്പും ഒക്കെ മാറി മാറി അവർ തന്നെ പേര് ഉപയോഗിക്കുന്നുണ്ട്. ആദരണീയരായ നമ്മുടെ ഏറ്റവും വലിയ മഹാന്മാരായ നേതാക്കളുടെ വാക്ക് കടമെടുത്താൽ ചൂഷണ കേന്ദ്രം. ഈ കേന്ദ്രം സ്ഥാപിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നടത്താൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പോയി എന്ന് മാത്രമല്ല, നമ്മളെ ഏറെ വേദനിപ്പിച്ചത് ഈ നമ്മളുടെ ബഹുഭൂരിപക്ഷം ആളുകൾ വോട്ട് നൽകി എല്ലാ അർത്ഥത്തിലും സഹായിച്ച് അതിനുവേണ്ടി കർമ്മനിരതരായി സുന്നത്ത് ജമാഅത്തിന് ഒപ്പത്തിനൊപ്പം അപ്പുറത്ത് രാഷ്ട്രീയത്തിനും പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകരുടെ എല്ലാ വികാരങ്ങളും മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ 4 മന്ത്രിമാരും ഒരുമിച്ച് പോയി അതൊരു മഹാസംഭവം എന്ന നിലയിൽ ലോകത്തൊരു പക്ഷേ, ഇന്ത്യയിലൊരു പക്ഷേ, കേരളത്തിലൊരു പക്ഷേ ഈ 4 മന്ത്രിമാർ ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തതായിട്ട് എന്റെ അറിവിലില്ല. അങ്ങനെ പങ്കെടുത്ത് വിജയിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആ മുടിപ്പള്ളി കേന്ദ്രത്തിലേക്ക് കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് 27 കോടി രൂപ റോഡ് വെട്ടാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഈ സംഭവത്തിൽ ഏറ്റവും വേദന ഓരോ പ്രവർത്തകനും വേദന സൃഷ്ടിച്ച കാര്യമായിരുന്നു. ആ വേദന പടച്ച റബ്ബിനോട് മാത്രം പങ്കുവച്ചു. ആദ്യം പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് അധ്യക്ഷതയിൽ ചേർന്ന സുന്നി യുവന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചുവെന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കാര്യം വിട്ടിട്ടില്ല. നേരത്തെ റമദാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പാക്കേജ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ 12-ാം തീയതി കോഴിക്കോട് ഒരു വലിയ സംഗമം നടക്കേണ്ടതായിരുന്നു. നടക്കേണ്ടായെന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ അവിചാരിതമായി വന്ന ഈ 5-ാം തീയതി കോഴിക്കോട് പരിപാടി കൊണ്ട് 12 പരിപാടി നടക്കുമോ ഇല്ലേ എന്ന് കൺഫേം ആക്കുന്ന 5-ാം തീയതി ചേരുന്ന മീറ്റിംഗിലാണ് 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. അത് നീട്ടിവെച്ചാൽ ആ നീട്ടിവെച്ച ഡേറ്റ് നടക്കും. തുടർന്നുള്ള ഒരുപാട് പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിപ്പോ വിശദീകരിക്കുന്നില്ല. നമ്മൾ ആ കാര്യം വിടുന്ന പ്രശ്നമല്ല. പക്ഷെ ഒരു കാരണവശാലും അവരത് ചെയ്യരുതായിരുന്നു. നമുക്കത് ഏറെ വേദന സൃഷ്ടിച്ച് വളരെ പ്രയാസത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ഇടപെട്ടിരിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഈ വ്യാജമായി ഒരു സംഭവം കൊണ്ടുവന്ന് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി കള്ള പരമ്പരയുണ്ടാക്കി ലോകത്തെ മൊത്തം മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ നിതാന്ത ജാഗ്രതയോടുകൂടി അണിനിരന്ന് കർമ്മനിരതരായി രാത്രി ഫുൾ ടൈം ഉറക്കൊഴിച്ച് പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരുടെ, ജ്യേഷ്ഠ സഹോദരന്മാരുടെ, SKS പ്രവർത്തകന്മാരുടെ, സുന്നത്ത് ജമാഅത്ത് പ്രവർത്തകന്മാരുടെ ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ ഹബീബ് നോക്കിക്കാണുന്നുണ്ട്. ആ ഹബീബ് നമുക്ക് ഏറെ പ്രയാസപ്പെടുന്നത് തങ്ങൾക്ക് പ്രയാസമുണ്ടായിരിക്കും. ഇവരെങ്ങനെ പ്രയാസപ്പെടാൻ പാടില്ല, ഇത്രമാത്രം വേദന അവർക്ക് വരാൻ പാടില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ കോണിൽ നിന്ന് കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫലത്തിൽ ഈ മുടി കോംപ്ലക്സിനെ അവരെന്ത് അഫിഡവിറ്റിന് കൊടുത്താലും ശരി, അതിന് മുഖ്യമന്ത്രിയും ഈ 4 മന്ത്രിമാരും ഒരുമിച്ച് ശിലാസ്ഥാപനം നടത്തുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്ത് അഫിഡവിറ്റ് കൊടുത്താലും അതിന്റെ മൂല്യം എത്രയായിരിക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഖത്തടിച്ചതുപോലെ ഈ ക്രൂരമായ പ്രവർത്തനം അവർ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസവുമായി ഇവർ കൂടുതൽ കാലം മുന്നോട്ട് പോകേണ്ടതില്ല, അവർക്ക് ആശ്വാസം കിടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കണം. അതിന്റെ ഒരു ഫലമായിരിക്കും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഭിമാനകരമായ സാഹചര്യം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബറാഅത്തിൽ ഏറ്റവും അവസാന സൂക്തത്തിന് തൊട്ടു മുമ്പായി പറയുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ഇതാ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പ്രവാചക തിരുമേനി വന്നിരിക്കുന്നു. ആ പ്രവാചക തിരുമേനിയുടെ പ്രത്യേകത, ആ പ്രവാചക തിരുമേനി വളരെ കൃത്യമായി ഖുർആനാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങളോടായിരിക്കാം,
അല്ലെങ്കിൽ വാത്സല്യനിധിയായ ഉപ്പക്കായിരിക്കാം. പക്ഷെ ആ ധാരണ തിരുത്തിക്കോ. അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു നേരിട്ട് ആധികാരികമായി പറയുന്നു, സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മളോടുള്ള വാത്സല്യവും സ്നേഹവും നമ്മുടെ ആദരം നമ്മുടെ എല്ലാമായ നമ്മുടെ ഹബീബിനാണ്. അസീസുൻ അലൈഹിമാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനുകളെ, നിങ്ങൾ പ്രയാസപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബിന് അസഹ്യമാണ്, നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടില്ല. അസീസുൻ അലൈഹിമാനേറ്റും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളയാണ് ഹബീബ്. എന്നല്ല ബിൽ മുഅ്മിന റഊഫുർ റഹീം, മുഅ്മിനുകളായ നിങ്ങളോട് സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയാവായ്പും അളവറ്റ വാത്സല്യവും അളവറ്റ കാരുണ്യവും കാണിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള മഹാനാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഖുർആൻ ആയത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളുമുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നൽജന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും ഇങ്ങനെ ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് മാത്രമല്ല, മറുഭാഗത്ത് നമ്മുടെ മഹല്ലുകളിൽ പോലും ഏറെ പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ഒപ്പം നിന്നവർക്ക് എല്ലാ സഹായങ്ങളും നൽകി ഒപ്പം നടന്ന ഈ പ്രവർത്തകന്മാരെ വേദനിപ്പിച്ചുകൊണ്ട് ഏതോ ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ബന്ധങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ കണക്ഷനുകളൊക്കെ പുറത്തു വരും. അതിന്റെ പേരിൽ ഒപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ പ്രവർത്തകന്മാരെയും നമ്മുടെ മഹല്ലുകളെയും നമ്മുടെ മദ്രസകളെയും അവഗണിച്ചുകൊണ്ട് കാന്തപുരത്തിന് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ കേരള ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടുകൂടി ചില രാഷ്ട്രീയക്കാർ നടത്ത പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളുടെ സാന്ത്വനത്തിന്റെ സമാശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഒരു തലോടലുമായി ഇതാ ഖുർആൻ പറഞ്ഞതുപോലെ രംഗത്ത് വന്നിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം. കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ ശൈഥില്യമുണ്ടാക്കിക്കൊണ്ട്, അത് കേവലം ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലല്ല, ഈ മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തന്നെ വളരെ വ്യക്തമായി അവരിൽ എല്ലാവരും എന്ന് പറയാം ഒറ്റപ്പെട്ട സാധുക്കളായ ആളുകളെ മാറ്റിവെച്ചാൽ അവരൊക്കെ ഈ വ്യാജമുടിയുടെ സത്യം മനസ്സിലാക്കിയവരാണെന്നും ഈ വ്യാജമുടിക്കെതിരെ വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നും കൃത്യമായി വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരം, കൗതുകകരം, ആശ്വാസകരമായ നമ്മുടെ പ്രയാസത്തിൽ നിന്ന് ഏറെ നമുക്ക് മുക്തരായി ഒന്ന് സമാശ്വസിപ്പിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. തീർച്ചയായും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തുറദാസങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ തലോടലായി നമുക്കിത് കാണണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം എന്നും എക്കാലവും നമുക്ക് ലഭ്യമാകുമാറാകട്ടെ. ആ ഹബീബിനെ നമുക്ക് നേരിട്ട് റൗദ ശരീഫിൽ ചെന്ന് പലതവണ സിയാറത്ത് ചെയ്യാനും നാളെ കാണാനും നാളെ ആ ശഫാഅത്തിന് വിധേയരാകാനും ആ സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആശ്വാസത്തിലാണ് നാം ഇപ്പോൾ. നമ്മുടെ പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അതിനിടയിൽ ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മൾ ഈ മുടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ പ്രധാന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു സത്യം അടിവരയിട്ട് പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം, ആ സൂക്തത്തിൽ വളരെ കൃത്യമായി പറയുന്നത് വല്ലാഹു യഅസുമുക മിനന്നാസ്, വല്ലാഹു യഅസുമുക മിനന്നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. മാഇദയിലെ 67-ാം നമ്പർ ഈ സൂക്തത്തിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ വചനമാണ്. വല്ലാഹു യഅസുമുക മിനന്നാസ്. നബി, അള്ളാഹു നിങ്ങൾ പ്രതിയോഗിൽ നിന്ന് നിങ്ങളെ കാത്തു രക്ഷിക്കും. ഇത് ഖുർആന്റെ വചനമാണ്. ഖുർആന്റെ വചനത്തിൽ 1% ഒരു പാളിച്ചയും സംഭവിക്കില്ല. നമ്മൾ മുഅ്മിനുകളാണല്ലോ. വല്ലാഹു യഅസുമുക, അള്ളാഹു നബിയെ നിങ്ങളെ കാത്തു സൂക്ഷിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സുരക്ഷയുണ്ട്. മിനന്നാസ്, എല്ലാ പ്രതിയോഗികളായ ജനങ്ങളിൽ മിനന്നാസ് വിപുലമായ അർത്ഥമാണ്. ആളുകൾ ഏതൊക്കെ വിഭാഗം ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നാലും നിങ്ങൾ സ്പെഷ്യൽ കേസാണ്. നിങ്ങൾക്ക് സുരക്ഷ അള്ളാഹു നേരിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു. ബാബരി മസ്ജിദ് പൊളിക്കപ്പെടൂല, അള്ളാഹു സുരക്ഷ നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ലോകത്തിൽ പള്ളിക്കും ഈ സുരക്ഷിതത്വം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. ലോകത്തിൽ രാജ്യത്തിനും ഈ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ ഹറമിന് ഈ പവിത്രത വിശുദ്ധ ഖുർആൻ ആമിനൻ നിർഭയ രാജ്യം, അവിടെ ആപത്ത്, ഈ ആക്രമണങ്ങൾ, പ്രശ്നങ്ങൾ വരില്ല എന്ന് ഖുർആൻ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ അള്ളാഹു നേരിട്ട് സുരക്ഷിതത്വം ഏറ്റെടുത്ത ഹറം കഴിഞ്ഞാൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ലോകത്തുള്ളത്. അത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സുരക്ഷ ഖുർആൻ ഇന്ന കാര്യത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല, വിപുലമായ അർത്ഥമാണ്. വല്ലാഹു യഅസുമുക,
നബിയെ നിങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കും. എന്തിൽ നിന്ന് പറഞ്ഞിട്ടല്ല, എല്ലാ അർത്ഥത്തിലും തങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അത് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾ ശത്രുക്കളിൽ നിന്ന്, ആ കാലഘട്ടത്തിലെ ശത്രുക്കളിൽ നിന്ന് എന്ന് മാത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ ആയത്ത് എക്കാലത്തേക്കും ബാധകമാണെന്ന് മാത്രമല്ല, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല ശേഷവും തങ്ങൾക്ക് ഈ സുരക്ഷയുണ്ട് എന്നതിന് പ്രകടമായ ഒരു ദൃഷ്ടാന്തം, ഒരു സംഭവ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ലോകത്തെ പ്രശസ്തമായ പ്രവാചകരുമായി ബന്ധപ്പെട്ട, മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട, റൗദാ ഷരീഫുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാ കിതാബുകളിലും ഈ സംഭവ ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചരിത്രമാകുമ്പോൾ എൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലും ആളുകൾ സംശയത്തോടുകൂടി വീക്ഷിക്കുന്നവരാ. അത് ശരിയായ ചരിത്രമായിരിക്കുമോ അതോ കഥ ദുർബലമായിരിക്കുമോ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനം ഒരുവിധം ചരിത്രങ്ങളൊന്നും അംഗീകരിക്കാറില്ല. ഒക്കെ കള്ളക്കഥകൾ എത്രത്തോളം എന്ന് തള്ളിക്കളയുന്നു മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്ന ഘട്ടത്തിൽ ലോകത്ത് മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മഹാത്ഭുതങ്ങളൊക്കെ അതിന്റെ ചരിത്രത്തിന്റെ പരമ്പര പരിശോധിച്ചിട്ട് കേവല ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലോക മുസ്ലിം ചരിത്രകാരന്മാർ മുഴുവൻ ശരിവെക്കുമ്പോഴും അത് തള്ളിക്കളയുന്ന ആളുകളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകന്മാരും പ്രവർത്തകന്മാരും. എന്നാൽ സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനം പോലും ശരിവെക്കുന്ന ചരിത്ര സംഭവം, അങ്ങനെ ശരിവെക്കുന്ന സംഭവം എന്നതിന് തെളിവായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന അവരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കിതാബിൽ ഞാൻ ഉദ്ധരിക്കുന്നില്ല. എന്റെ കൈവശമുള്ള ഈ പുസ്തകം മദീനയും മസ്ജിദുൻ നബവിയും എന്ന പുസ്തകമാണ്. ഈ പുസ്തകം പുസ്തകം എഴുതിയത് കേരളത്തിലെ പ്രമുഖരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതൻ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂരാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് KNM ബുക്ക് സ്റ്റാളാണ്, മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ് അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനം ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. അവർ പ്രസിദ്ധീകരിച്ച മദീനയും മസ്ജിദുൻ നബവിയും എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 63-ൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ആ 63-ാമത്തെ പേജിൽ പറയുന്ന ആ അധ്യായം ഞാൻ വളരെ ഹ്രസ്വമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതൊരു വലിയ സംഭവമാണ്. ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിക്കുന്നത് അവർ പോലും നിഷേധിക്കാത്ത ചരിത്ര സംഭവം. പ്രവാചക തിരുമേനിയുടെ ജീവിതകാലത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ തങ്ങൾ വഫാത്തായി 557 വർഷം, 5.5 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രവാചക തിരുമേനിക്ക് സുരക്ഷ അല്ലാഹു ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കേൾക്കാം. ഈ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ഹിജ്റാബ്ദം 557. അന്ന് മദീനയുടെ സംരക്ഷണം നൂറുദ്ദീൻ ഷഹീദ് മുഹമ്മദ് സങ്കി എന്ന രാജാവിനായിരുന്നു. അറബി ഇസ്ലാമിക ലോകത്തെ ചരിത്രം പരിശോധിക്കുന്ന ലോക ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അറിയാം, ആ കാലഘട്ടത്തിൽ മദീന ഉൾപ്പെടെയുള്ള വിശാലമായ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണം കയ്യിലെഴുതിയിരിക്കുന്നത് ചരിത്രകാരൻ നൂറുദ്ദീൻ ഷഹീദ് മുഹമ്മദ് സങ്കി എന്ന രാജാവാണ്. വളരെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്നവനായിരുന്നു അദ്ദേഹം. നിത്യവും തഹജ്ജുദ് നമസ്കരിക്കും, പ്രത്യേക പ്രാർത്ഥനകളും രാത്രി നടത്തും. ഒരു ദിവസം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം അല്പം ഉറങ്ങി. ആ ഉറക്കത്തിൽ പ്രവാചകൻ സ്വപ്നം കണ്ടു. അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പിങ്കര വർണ്ണമുള്ള ഈ 2 പേരിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുക. രാജാവിനോട് പറഞ്ഞു, അങ്കിദിനി മിൻ ഹാദൈനി റജുലൈനി അഷ്കറൈൻ എന്ന കിതാബിലെ ഉത്തരം. ഏകദേശം പിങ്കര വർണ്ണമുള്ള ഈ 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു തങ്ങൾ ഈ രാജാവിന്. ഈ 2 വ്യക്തികളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണമെന്ന് മഹാരാജാവിനോട് പറയുന്നു. 2 അവിടെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് അത്ര പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായി അദ്ദേഹം സ്വപ്നം കണ്ടത്. ഭയന്നുകൊണ്ട് അദ്ദേഹം ഉണർന്നു. ഉരുവെടുത്ത് വീണ്ടും നമസ്കരിച്ച് കിടന്നുറങ്ങി. അപ്പോഴും ഇതേ സ്വപ്നം കണ്ടു. വീണ്ടും നമസ്കരിച്ചുറങ്ങിയപ്പോഴും സ്വപ്നം ആവർത്തിച്ചു. 3 തവണ ഫലത്തിൽ ഈ സ്വപ്നം ആവർത്തിച്ചു. അദ്ദേഹം ഉണർന്ന ഉടനെ പിന്നെ തന്റെ സതുവൃത്തനായ മന്ത്രി ജമാലുദ്ദീൻ മൗസലിയുടെ അടുത്തേക്ക് പോയി ഉണ്ടായ സംഭവം വിശദീകരിച്ചു. മന്ത്രി പറഞ്ഞു, ഒട്ടും താമസിക്കാൻ നമുക്ക് മദീനയിലേക്ക് പുറപ്പെടാം. സ്വപ്ന ദർശനം ആരോടും പറയരുത്. നല്ല സ്വപ്നങ്ങളൊന്നും അങ്ങനെ ഓപ്പണായി എല്ലാവരോടും പറയാൻ പാടില്ല എന്നും, പറയേണ്ട സ്വപ്നങ്ങൾ നല്ലതാണെങ്കിൽ തന്നെ നമ്മുടെ ഏറ്റവും ഗുണകാംക്ഷകളോടും ബുദ്ധിമാന്മാരായ നമ്മുടെ വേണ്ടപ്പെട്ടവരോടുമായി പറയാവൂ എന്നുമൊക്കെ ഹദീസിലുണ്ട്. ആ മന്ത്രി പണ്ഡിതനാ. രാത്രി തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. രാജാവും മന്ത്രിയും ഏതാനും വ്യക്തികളും മദീനയിലേക്ക് യാത്രയായി. ധാരാളം പണവും കൈവശം വെച്ചു. 16 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മദീനയിലെത്തി. മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ചു വൃത്തിയായി മസ്ജിദ് നബവിയിൽ പ്രവേശിച്ച് റൗദയിൽ നിസ്കരിച്ചു. പ്രവാചക തിരുമേനിയുടെ ഖബർ സന്ദർശിച്ച് സലാം ചൊല്ലി. എന്നിട്ട് പള്ളിയിൽ ഒരിടത്തിയിരുന്നു.
രാജാവിന്റെ ആഗ്രഹം പറഞ്ഞ് മദീനക്കാർ മുഴുവൻ പള്ളിയിലെത്തി. അവിടെ സന്നിഹിതരായവരോട് മന്ത്രി പറഞ്ഞു, രാജാവ് പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാൻ വന്നതാണ്. അദ്ദേഹം ധാരാളം പണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മദീനക്കാർക്ക് ധർമ്മം ചെയ്യും. അതുകൊണ്ട് ഇവിടത്തുകാരുടെ പേരുകൾ മുഴുവൻ എഴുതിത്തരുകയും. അങ്ങനെ മദീന നിവാസികളുടെ പേരുകൾ എഴുതി സമർപ്പിക്കപ്പെട്ടു. ഓരോരുത്തരോടും സുൽത്താന്റെ മുമ്പിൽ വന്ന് പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു. വരുന്നവരെയൊക്കെ സുൽത്താൻ നിരീക്ഷിച്ചു. പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച സ്വഭാവമുള്ളവരുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. ആരിലും ആ സ്വഭാവം അദ്ദേഹം കണ്ടില്ല. പണമൊക്കെ വാങ്ങിപ്പോയി. പക്ഷെ സ്വപ്നത്തിൽ തങ്ങൾ കാണിച്ചു കൊടുത്ത രണ്ടാളുകൾ അവർ പണം വാങ്ങുന്ന കൂട്ടത്തിലുള്ള ഒന്ന് കണ്ടില്ല. എല്ലാ അവസാനം ഇനി ആരെങ്കിലും ഇവിടെ പണം വാങ്ങാത്തവരായി ഉണ്ടോ എന്ന് സുൽത്താൻ ആരാഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, മഗ്രിബ് പ്രദേശത്ത് നിന്ന് വന്ന 2 പേരുണ്ട് ഇവിടെ. അവർ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല. അവർ സമ്പന്നരും സച്ചരിതരുമാണ്, ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ്. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സ് കോരിത്തരിച്ചു. അവരെ ഇവിടെ ഹാജരാക്കൂ, രാജാവ് കൽപ്പിച്ചു. അതാ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച പിങ്കല വർണ്ണത്തിൽ 2 ആളുകൾ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ എവിടത്തുകാരാണ്? എന്തിനിവിടെ വന്നു? രാജാവ് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ മഗ്രിബ് പ്രദേശക്കാരാണ്, ഹജ്ജിന് വന്നതാണ്, പ്രവാചകന്റെ മുറിക്ക് സമീപം ആരാധനയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. സത്യം തുറന്നു പറയാൻ രാജാവ് നിർബന്ധിച്ചു. അവരുടെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ മുറിക്ക് സമീപം അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവർ കൊണ്ടുപോയി. അവരുടെ കരം ബലമായി പിടിച്ചിരുന്നു. അവിടെ ധാരാളം പണമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. മദീനക്കാർ അവരെ പുകഴ്ത്തി സംസാരിച്ചു തുടങ്ങി. ഇവർ പകൽ നോമ്പുള്ളവരാണ്, റൗദയിൽ എപ്പോഴും നിസ്കരിക്കും, പ്രവാചകന്റെ ഖബറും ബഖീയിലെ ഖബറും എപ്പോഴും സന്ദർശിക്കും, എല്ലാ ശനിയാഴ്ചകളും ഖുബായിലെ മസ്ജിദും സന്ദർശിക്കും, ചോദിക്കുന്നവരെ മടക്കാറില്ല. സുൽത്താൻ ഇത് കേട്ട് അത്ഭുതം കൂറി. സുബ്ഹാനല്ലാഹ്. ഈ സംഭാഷണാനന്തരം സുൽത്താൻ തനിയുടെ വാസസ്ഥലത്ത് ഒരു പരിശോധന നടത്തി. അവിടെ കിടന്നിരുന്ന ആ പായ ഉയർത്തി നോക്കി. അതാ ആഴത്തിലൊരു കുഴി. ആ കുഴിയിൽ നിന്ന് പ്രവാചകന്റെ മുറിയിലേക്ക് എത്തുന്ന ഒരു തുരങ്കവും. ഇത് കണ്ട് ജനങ്ങളെല്ലാം ആശ്ചര്യഭരിതരായി. ആ 2 പേരെയും പ്രഹരിച്ചുകൊണ്ട് സത്യം തുറന്നു പറയാൻ നിർബന്ധിച്ചു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഹാജിമാരുടെ വേഷത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. പ്രവാചകന്റെ ഭൗതിക ജഡം എടുത്തുകൊണ്ടുപോകാൻ തുരങ്കം നിർമ്മിക്കലാണ് ഞങ്ങളുടെ ചുമതല. രാത്രിയിൽ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ അല്പാൽപമായി കുഴിക്കും. മണ്ണൊരു കവറിലിട്ട് ബഖീൽ സന്ദർശിക്കുകയാണെന്ന് തോന്നിപ്പിക്കുമാറ് അവിടെ കൊണ്ടുപോയി കവറുകൾക്ക് മീതെ ഉപേക്ഷിക്കും. കുറെ നാളായി തുടരുന്നു. തുരങ്കം പ്രവാചകന്റെ മുറിക്ക് സമീപമെത്തിയപ്പോൾ ആകാശത്തിൽ ഒരു മിന്നലും വിറയലും ഉണ്ടായി. ഇവിടുത്തെ മലകൾ തകരും പ്രകാരം ഒരു പ്രകമ്പനവും ഉണ്ടായി. ആ രാത്രി പുലർന്ന സമയത്താണ് രാജാവും പരിവാരവും എത്തിയത്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ പറയുന്ന സംഭവം? ഈ സംഭവത്തിൽ പറയുന്നത് പ്രവാചക തിരുമേനിയുടെ ഭൗതിക ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അടുത്തെത്തി വിദഗ്ധമായി തന്ത്രം ആവിഷ്കരിച്ച് ഇത് വിജയിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ തത്സമയം ആ ദിവസം അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു ഇടപെടുകയാണ്. ഭൗതിക സംവിധാനം അനുസരിച്ച് അന്നത്തെ രാജാവാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ ആളുകൾക്ക് അള്ളാഹു എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ പോരെ, ആ സമയത്ത് അവർ നശിപ്പിച്ചാൽ പോരെ. ഇല്ല, വിശുദ്ധ ഖുർആൻ പറയും സുന്നത്തല്ലാഹ് വലം തജിദ സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ ലോകത്തൊരു നടപടിക്രമമുണ്ട്, സംവിധാനമുണ്ട്. അതനുസരിച്ച് ലോകം മുന്നോട്ട് പോകും. ഇങ്ങനെ പ്രശ്നം വന്നാൽ അന്ന് അവിടെ ഇടപെടേണ്ടത് അന്നത്തെ രാജാവാണ്. അള്ളാഹുവിന്റെ പ്രവാചകരും അള്ളാഹും ഇടപെടുന്നു. നേരിട്ട് രാജാവിന് സ്വപ്നദർശനത്തിലുള്ള കാര്യം അറിയിച്ചു കൊടുക്കുന്നു, തത്സമയം ഇടപെടുന്നു. അവരെ ഗളച്ഛേദം നടത്തി തുടർന്ന് കാര്യങ്ങൾ വിശദമായി പഠിപ്പിക്കുന്നതിന്റെ ചരിത്രം. അന്നാണ് റൗദയുടെ ചുറ്റും വിശാലമായി ആഴത്തിൽ കുഴിച്ച് ഈയം ഉരുക്കി ഒഴിച്ച് ഭദ്രമായി ഇന്നത്തെ ഗ്രിൽസും സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയത് എന്ന്, ഒരിക്കലും ഇനി അങ്ങനെ ശ്രമം നടക്കരുത് എന്ന നിലയിൽ സംവിധാനം ഉണ്ടാക്കിയതെന്ന് വിശദമായി ചരിത്രത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി വഫാത്തായി 557 വർഷം പിന്നിട്ടിട്ട് പ്രവാചക തിരുമേനിയുടെ ഭൗതിക ശരീരത്തിന് പോർമേൽപ്പിക്കാൻ ശ്രമിച്ച ഈ ശത്രുക്കളിൽ നിന്നും അള്ളാഹു നേരിട്ട് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനിയെ കാത്തു രക്ഷിച്ചുവെങ്കിൽ വല്ലാഹു യാസ്മുക മിനന്നാസ്, നബിയെ അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കും നിങ്ങളുടെ പ്രതിയോഗികളിൽ നിന്ന് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പ്രവാചകരുടെ ജീവിതകാലത്ത് മാത്രമല്ല എക്കാലത്തേക്കും ബാധകമാണ് എന്ന് അനുഭവ സാക്ഷ്യത്തോടുകൂടി നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിമിഷം ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകങ്ങളുടെ പേരിൽ വ്യാജമായ ഒരു വസ്തു അങ്ങനെ ലോകത്ത് സ്ഥായിയായി നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആൻ സൂക്തത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാകില്ലേ? നിങ്ങൾ നിമിഷം ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, വളരെ കൃത്യമായി സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് എന്താണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതവസ്സലു ബി
സ്വഹീഹുൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകർക്കുള്ള ഈ സുരക്ഷയെക്കുറിച്ച് ഒന്നുകൂടി സൂക്ഷ്മമായി തങ്ങൾ പറയാ. ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് എന്നാൽ ആരും അംഗീകരിക്കുന്ന കുറ്റമറ്റ ഹദീസ്. ആ ഹദീസിൽ മൻ റആനി ഫിൽ മനാം, സ്വപ്നത്തിൽ മനുഷ്യർ പലതും കാണാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും? എന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ സൗദിയിലാണ്, ഇപ്പോ ദുബൈയിലാണ്, കുവൈത്തിലാണ്, മസ്കറ്റിലാണ്, ഒക്കെ നിങ്ങൾ ബഹ്റൈനിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലിരുന്ന് ഈ ഗൾഫിൽ വന്നതും അവിടെ ബന്ധപ്പെട്ടതും സംസാരിച്ചതും തിരിച്ചു പോകുന്നതും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. പല കൗതുകരമായ കാര്യങ്ങൾ സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ ഈ സ്വപ്നത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി പറയുകയാണ്, സ്വപ്നത്തിൽ പലതും കണ്ടെങ്കിലും അതൊക്കെ പലതും വ്യാജമാകാം, ശരിയാണ്. പക്ഷേ മൻ റആനി ഫിൽ മനാം, സ്വപ്നത്തിൽ എന്നെ ഒരാൾ ദർശിച്ചാൽ ഫഖദ് റആനി, അത് എന്നെ തന്നെയാണ് ദർശിച്ചത്. ഒരു സംശയവും വേണ്ട, അത് ഞാനാണ്. പിന്നെ കാണുന്നവന്റെ ആ പ്രത്യേകത അനുസരിച്ച് ആ കാഴ്ചക്ക് ശോഭ കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കുമെന്ന് മാത്രം. എന്നെ എന്ന പേരിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെ. കാരണം എന്റെ രൂപത്തിൽ പോലും, തങ്ങളുടെ ഒറിജിനാലിറ്റി അല്ല, സ്വപ്നം എന്ന രൂപമാണ്. ആ രൂപത്തിൽ പോലും ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, എന്റെ രൂപത്തിൽ പോലും പിശാചിന് സ്വപ്നത്തിൽ പോലും പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ തങ്ങളുടെ ആ രൂപത്തിൽ ഒരു ചിത്രം പോലും അക്ഷരാർത്ഥത്തിൽ ഒരു മുഅ്മിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതിൽ നിന്ന് പോലും വല്ലാഹു യഅ്സുമുക മിനന്നാസ്, നബിയെ നിങ്ങൾക്ക് അള്ളാഹു സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ അത് സാധ്യമല്ലെങ്കിൽ ഉണർച്ചയിൽ സാധിക്കുമോ, ഒറിജിനലിൽ സാധിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. സ്വപ്നത്തിൽ പോലും പ്രവാചക തിരുമേനിയുടെ പേരിൽ വ്യാജം അവതരിപ്പിക്കാൻ പിശാചിന് സാധിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒറിജിനൽ ഭൗതിക ശരീരം, ആ ഒറിജിനൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരിൽ ഒരു വ്യാജം അവതരിപ്പിക്കാൻ പിശാചിന് ലോകത്ത് സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് സത്യം. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, എന്റെ ജാലിയവാലിന്റെ കയ്യിലില്ലേ? ജാലിയവാലിന്റെ കയ്യിലുള്ള മുടിക്കെട്ടുകളെ കുറിച്ച് അതൊരു കൃത്യമായ പരമ്പര സ്ഥാപിച്ച് ലോകത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അത് സാധു മനുഷ്യനാ, അയാൾക്ക് വിവരമില്ല, അയാൾക്ക് നിസ്കാരമില്ല, അയാൾക്കൊരു പരിപാടിയില്ല. അയാളൊരു കെട്ടിടത്തിന്റെ മുകളിൽ വളരെ മോശമായ ഒരവസ്ഥയിൽ ഇരിക്കുക. ആരെങ്കിലും പാവങ്ങൾ, കുറച്ച് സ്ത്രീകളോ ആളുകളോ വിവരമില്ലാത്ത ആൾക്കാർ വരും, പനിയുണ്ട്, ഒരു കുപ്പി വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ മുടിയിട്ട് പിന്നെ അപ്പുറത്ത് എന്തെങ്കിലും മുടിയോ അല്ലെങ്കിൽ വേറെ പല സാധനം ഉണ്ട് അവിടെ, എന്തെങ്കിലും കൊടുക്കും. 10, 20, 50 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യക്കാളെ കയ്യിൽ കൊടുക്കും. നമ്മൾ ചില സമയത്ത് ഒരാൾ വാങ്ങിക്കൊണ്ടു 20 റുപ്യ കൊടുത്ത് അതിങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരും. നമ്മളൊക്കെ വയസ്സായ ആൾക്കാരുണ്ടാവും, ചില നാട്ടിൽ മൊല്ലാക്കാരുണ്ടാവും, പനിയൊക്കെ ഉണ്ടാവും, ചില മന്ത്രിക്കാൻ നൂലേറ്റ് ചെല്ലും കൊടുക്കും. നമ്മൾ 5, 10 ഒന്ന് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ജീവിക്കാന്നല്ലാതെ അത് മുടിയാണെന്ന് അയാൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ തെളിവുണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ കാന്തപുരം ഈ ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കി കണ്ടാണ് ഇത് പ്രവാചകരുടെ മുടിയാണ് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ വ്യാജമുടികൾ പലരുടെ കൈവശം ഉണ്ടായിരിക്കാം, അതൊന്നും അവരതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് ഉള്ളതായി പൊതുവെ അറിയപ്പെട്ടിട്ടുമില്ല. പക്ഷെ പ്രവാചക തിരുമേനിയുടെ പേരിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് പ്രവാചകരുടെ മുടിയാണെന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ചെയ്ത ഈ കൃത്രിമമായ 10-40 ആളുകളുടെ പരമ്പര ഉണ്ടാക്കിയ ചെറിയ കേസല്ല. അതെത്ര ഗൗരവതരമായി ഈ കൃത്രിമ പരമ്പര അവതരിപ്പിക്കുന്നത്, എത്ര ഗൗരവത്തിനാ ആ കൃത്രിമ പരമ്പര അവതരിപ്പിക്കുന്നത്. 10,000-കണക്കിന് ആളുകളെ ഒരു മഹാസമ്മേളനത്തിൽ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ പരമ്പര അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല അതിന് സപ്പോർട്ടായി മേൻകൊടിയായി പറയുകയാണ്, ഈ മുടി ഇവിടെ കൊണ്ടുവന്നു കൊടുക്കാൻ മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഈ മുടി സൂക്ഷിക്കാൻ ലോകത്ത് ഏറ്റവും അർഹൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിട്ടാണ് ഇതുപോലെ കൊണ്ടുവന്നു കൊടുക്കുന്നത് എന്ന കള്ള കഥകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിച്ച് ഇത് ഒറിജിനൽ മുടിയാണെന്ന് സ്ഥാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വപ്നത്തിലല്ല ഉണർച്ചയിൽ ഒറിജിനൽ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ വ്യാജം സ്ഥാപിക്കാനുള്ള ശ്രമം. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ ഒരു വ്യാജ വസ്തു, റസൂലിന്റെ പൂർണ്ണ രൂപമല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ ഭാഗമാണല്ലോ ഈ വിശുദ്ധമായ മുടി. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരിൽ വ്യാജ വസ്തു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പിശാചിന്റെ ശ്രമം. അവിടെ പിശാച് വിജയിക്കുമോ? സ്വപ്നത്തിൽ വിജയിക്കൂലെങ്കിൽ ഉണർച്ചയിൽ എന്തായാലും വിജയിക്കൂല, ഒറിജിനൽ വിജയിക്കൂല എന്ന് മാത്രമല്ല സ്വഹീഹായ ഹദീസിനെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഒറ്റ ഹദീസിനെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആനി ഫഖദ് റഅൽ ഹഖ. ബുഖാരി മുസ്ലിം. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു? മൻ റആനി, ആര് എവിടെ വെച്ച് എന്നെ കണ്ടാലും
എന്റെ ഒരു ഭാഗം ആ നിലയിൽ ഞാനാണെന്ന് വിചാരിച്ച്, എന്റെ വിശുദ്ധ കേശമാണെന്ന് വിചാരിച്ച്, എന്റെ വിശുദ്ധ ശരീരത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച്, വിചാരിച്ചുകൊണ്ട് ആരെന്നെ കണ്ടാലും, ആമായ അർത്ഥമാണ് അറബി ഭാഷ അറിയുന്ന ആൾക്കറിയാം. മൻ റആനി, ഞാനാണെന്ന ബോധ്യത്തോടുകൂടി ആ നിലയിൽ സ്ഥിരീകരിച്ചുകൊണ്ട് എന്നെ കണ്ടാൽ ഫഖദ് അൽ ഹഖ ഫഖദ് റആനി, ഫഖദ് ആശയം അവൻ കണ്ടു. എന്ത് കണ്ടു? അൽ ഹഖ, സത്യം തന്നെയാണ് കണ്ടത്, ഞാൻ തന്നെയാണ്. അത് എന്റെ കേശം തന്നെയാണ്, അതെന്റെ നഖം തന്നെയാണ്, അതെന്റെ ഡ്രസ്സ് തന്നെയാണ്. അന്ന് മീറാജിന്റെ ഷർട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ നിലനിൽക്കുന്ന കൃത്യമായി ബോധ്യപ്പെടുത്തി എന്റെ പേരിലാണെങ്കിൽ, അത് കൃത്യമായി സ്ഥാപിക്കുന്ന നിലയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുകയാണെങ്കിൽ അത് ഞാൻ തന്നെയാണ്, എന്റെ ഷാർ മുബാറക്ക് തന്നെയാണെന്ന് റസൂൽ പറയുന്നു. മൻ റആനി ഫഖദ് റഅൽ ഹഖ, എന്നെ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ, എന്റെ ഒരു ഭാഗം കണ്ടാലും അത് ഹക്കന്നെ കണ്ടത്. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ഈ മുടി അള്ളാഹുവിന്റെ ഹബീബിന്റെതായി നിലനിൽക്കില്ല, പിശാചോടെ വിജയിക്കില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തം ഇതാ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, വിശുദ്ധ ഖുർആന്റെ ഈ സൂക്തമാണ്. ഒരു കാരണവശാലും എന്തൊക്കെ എവിടെയൊക്കെ കൃത്രിമങ്ങൾ ആരെ പേരിൽ കാണിച്ചാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ മാത്രം വിജയിക്കില്ല. അതല്ലേ നമ്മളിവിടെ കണ്ടത്? കാന്തപുരം എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് ഈ മുടി ഒറിജിനലാക്കാൻ ശ്രമിച്ചത്. പൊന്മല തന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ പറയുന്ന ധാരാളം വിവരങ്ങളുണ്ട്. അയാൾ മുടിയാണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, താഴ്ന്നവർ അങ്ങനെയൊക്കെ വെച്ചാലും മതി, ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് ബഹുമാനിക്കാത്ത റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞാൽ മതി. അതിന് പരമ്പര ഉണ്ടാക്കി അവതരിപ്പിച്ചത് മോശമായത്. പൊന്മല പറയണക്ക് ആരുണ്ട്? അങ്ങനെ വെച്ചാൽ നമ്മളും കുറ്റം പറയില്ലല്ലോ. അയാൾ റസൂലുള്ളാഹിന്റെ മുടിയോ എന്തെങ്കിലും പറഞ്ഞ കാബന്റെ കില്ല എന്തെങ്കിലും കൊണ്ടുവരട്ടെ, അയാൾ എന്ത് പറഞ്ഞാലും നമുക്കതിന് ആധികാരികമായി ഒരു തെളിവ് സ്ഥാപിച്ച് ഇത് അങ്ങനെ തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് ഒറിജിനലാണോ പരിശോധിക്കാൻ ബാധ്യത. അപ്പോഴേ ആളുകളും വിശ്വസിക്കുള്ളൂ. മറ്റ് കാന്തപുരം എന്തുകൊണ്ടെന്നാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, ഒരാളും വിശ്വസിക്കില്ല. അപ്പൊ ഈ തരത്തിൽ ഇത് സ്ഥാപിക്കാനുള്ള വിഫല ശ്രമം നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഖുർആനുമായി ഏറ്റുമുട്ടാനാണ് ശ്രമിച്ചത്, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുമായി ഏറ്റുമുട്ടാനാണ് ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുന്റെ ഹബീബ് പറയാ, എന്റെ പേരിൽ വ്യാജം കൊണ്ടുവന്നാൽ അവൻ വിജയിക്കൂലാതെ പറയാ, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെ. അപ്പൊ എന്റെ പേരിൽ വ്യാജം കൊണ്ടുവന്ന എന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അവൻ അത് വിജയിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, അല്ല ഞാനത് വിജയിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചു കൊണ്ടുവന്ന ലോകത്തെ അപൂർവം ആളുകളിൽ ഞാൻ പറയാൻ കാരണം, അങ്ങനത്തെ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന് വെച്ചാണ് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. അത് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ്. വളരെ ഗൗരവതരമായ കാര്യം. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ എല്ലാ അർത്ഥത്തിലും അള്ളാന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ മാത്രമല്ല, ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് യഖ്ലത്തിൽ, ഉണർച്ചയിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹുന്റെ ഹബീബിന്റെ ജീവിതകാലത്തിന് ശേഷവും എല്ലാ അർത്ഥത്തിലും തങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്നത് സ്വഹീഹായ ഹദീസുകളും ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ഫഹമാഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കാത്തുരക്ഷിച്ചു. മിനശ്ശൈത്താൻ, പിശാചിൽ നിന്ന് കാത്തുരക്ഷിക്കും. നസ്ഗിഹി, പിശാചിന്റെ കുത്തിനോവിക്കൽ നിന്ന് കൊച്ചു കുട്ടികൾ ജനിക്കുന്ന പ്രസവിക്കുന്ന ഘട്ടത്തിൽ പിശാച് കുത്തിനോവിക്കും. അള്ളാന്റെ റസൂൽ സുരക്ഷിതനാവില്ല. വസ്വസതി, പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷിക്കും. വയർവാഹി, പിശാചിന്റെ വഴിതെറ്റികളിൽ നിന്ന് ശ്രമിക്കും. വകൈദിഹി, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ ശ്രമിക്കും. പിശാചിന്റെ എല്ലാ അർത്ഥത്തിലുള്ള തന്ത്രപ്രയോഗങ്ങളിൽ നിന്നും അള്ളാഹുന്റെ ഹബീബ് ഒഴിവാ. അത് മറ്റുള്ളവർക്ക് സാധിക്കും. പ്രവാചക തിരുമേനിയെ ആ നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് പ്രകടമായ ഹദീസുകളുടെ കൃത്യമായ വിശദീകരണങ്ങളാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ എന്നും ചോദിച്ച ചോദ്യമുണ്ട്, ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ എന്തുകൊണ്ട് കാന്തപുരത്തിന് മുഷാവറ ശരിവെക്കുന്നില്ല? ആ ചോദ്യം ഇന്ന് പ്രസക്തമാവുകയാണ്. മുഷാവറയിൽ രണ്ടാമനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോലുള്ള അവരെ സകലമായ ആളുകളും ഈ മുടിക്കെതിരാണ് എന്ന കാര്യം നേരത്തെ നമുക്കറിയാം, നമ്മൾ വിശദീകരിച്ചിരുന്നു. അവരുടെ പരമോന്നത ഈ ബോഡിയായ മുഷാവറ ആ മുടി ഒറിജിനലാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അവർക്കൊരു സമാന്തര സുന്നിയുടെ സംഘമുണ്ടല്ലോ, ഈ മുടി ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, ഈ മുടി ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടല്ലോ, ഈ മുടി ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സംഘടനയും ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളും രംഗത്ത് വന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കാൻ കാന്തപുരമല്ലാതെ രണ്ടാമത് വന്നൊരു മനുഷ്യനാരാ? കുറച്ചു കാലം പേരോട് രംഗത്തുണ്ടായിരുന്നു, എന്റെ ആൾ പിൻവാങ്ങിയില്ലേ?
വളരെ ഗൗരവതര സത്യം. അയാൾ പിൻവാങ്ങിയല്ലോ. പിന്നെ ആരയാൾ കൂടെ ഉണ്ടായിരുന്നത്? ചില നേതാക്കന്മാരായി അറിയപ്പെടുന്ന ചില പ്രഭാഷകന്മാർ, ചില നൗഷാദ് അഹ്സനുമാർ എന്ന പേരിലുള്ള ലോക്കൽ താഴെ തട്ടിലുള്ള ചില ആളുകൾ രംഗത്തുണ്ടായിരുന്നു. അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അവരൊക്കെ മുടിയെ അംഗീകരിക്കുന്നവരാണോ അല്ലേന്നും ഈ പ്രഭാഷണം അവർ എന്തിനാ നടത്തിയിരുന്നോ, അവർ കൂലിപ്പണിക്കാരായിരുന്നോ അതോ മനസ്സറിഞ്ഞാണോ പറഞ്ഞിരുന്നത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ ഈ മുടിക്ക് സപ്പോർട്ട് ചെയ്യാൻ കാന്തപുരം പോലും ഉണ്ടായിട്ടില്ല. കാന്തപുരം ബാഹ്യമായാണ് സപ്പോർട്ട് ചെയ്തത്. കാന്തപുരം ഒരിക്കൽ പോലും ആ മുടി അംഗീകരിക്കുകയോ ആ മുടിയിട്ട വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. കാരണം കാന്തപുരം സപ്പോർട്ട് ചെയ്ത് കാന്തപുരത്തിന് മുടി നൽകിയ ഏറ്റവും വലിയ മഹാനായ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ പറയുന്ന ജാലിയ വാലയെ ഒന്ന് പോകാനും ഒന്ന് സിയാർത്ത് ചെയ്യാനും ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ പോകൂലേ? ജാലിയ വാല എന്നോട് പറഞ്ഞതാ, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ അബൂബക്കർ മുസ്ലിയാർ ഇതുവരെ കണ്ടിട്ടില്ല, അതിൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഇദ്ദേഹത്തിനാന്ന് പറഞ്ഞ ഒരു മുടിൻ്റെ അടുത്ത് ആരും പറക്കാത്തി വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്തിന് മുടിന്റെ സെനത് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം റുപ്യയാണ്. ഞാനിപ്പോ ഇങ്ങനെ സെനത് കൊടുക്കാം? 5 ലക്ഷം അല്ല 20 ലക്ഷം തന്നാലും എന്റെ കയ്യിൽ സെനത് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ നിഷ്കളങ്കനായ, അന്ന് വളരെ അയാൾക്ക് ഈ കൃത്രിമങ്ങളൊന്നും അയാൾക്ക് അന്നറിയില്ല. ഈ ജാലിയവാല അയാൾ സന്ദർശിക്കാൻ ഒരിക്കൽ പോലും അദ്ദേഹം പോയിട്ടില്ലെങ്കിൽ മാത്രമല്ല, ഈ 2-3 മുടിക്ക് പകരം അവിടെ 100 കണക്കിന് പറഞ്ഞാൽ തെറ്റാണ്, 10,000 കണക്കിന് മുടികളുണ്ട്. ആ മുടികളുടെ കെട്ടുകൾ ഒരു പാത്രത്തിൽ കുറെ മുടിന്റെ പീസുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പുറത്ത് വലിയ മുടിക്കെട്ടുകളുണ്ട്, വളരെ വ്യക്തമായി വലിയ ഒരു പെട്ടിയിലാക്കി ഗ്ലാസിന്റെ പെട്ടിയിൽ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ വളച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ എന്ന് പറഞ്ഞ അനവധി സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതൊക്കെ കാണാനും പറക്കത്തിൽക്കാനും പ്രവാചകനെ സ്നേഹിക്കുന്ന കാന്തപുരം പോകണ്ടേ? പക്ഷെ ഒരിക്കൽ പോലും പോയിട്ടില്ലല്ലോ. അത് കാന്തപുരത്തൊന്നും ഈ മുടിയിൽ വിശ്വാസമല്ല. ഈ സത്യം ഇങ്ങനെ എക്കാലവും നിലനിൽക്കില്ല. ഇത് പ്രവാചക തിരുമേനിയുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് അത് പൊളിഞ്ഞു പോകും. വ്യാജം പ്രവാചകന്റെ പേരിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഇന്ന് കാന്തപുരം വിഭാഗം പ്രത്യക്ഷപ്പെട്ട ഈ ചേരിതിരിവുകൾ വളരെ ആഴത്തിൽ വന്ന ചേരിതിരിവുകളാണ്. കേവലം ഒരാളെയോ 2 ആളെയോ 4 ആളെയോ പുറത്താക്കിയാൽ തീരുന്ന കേസല്ല. നമുക്കറിയാൻ സാധിക്കും, തൊട്ടടുത്ത ഒരു അടിയന്തര മുഷാവറ വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന. എന്ത് മുഷാവറ വിളിച്ചു ചേർത്താലും ശരി, ചേർത്തില്ലെങ്കിലും ശരി, ഈ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് തലയൂരാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ തൽക്കാലം ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. നമ്മുടെ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാന കാരണം ഇത് പ്രവാചക തിരുമേനിയുടെ മുടി എന്ന് പറഞ്ഞ് നമ്മൾ ആ ബോംബെയിൽ നിന്ന് കൊടുക്കുന്ന മുടിയാണ്, ഖസർഗിന്ന് ബോംബെ കൂടെ കൊണ്ടുവച്ച മുടിയാണ്. തൽക്കാലം രണ്ടും തിരിച്ചു കൊടുക്കുക. ഒന്ന് അബുദാബി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, 2 ബോംബെക്ക് നേരിട്ട് എത്തിച്ചാൽ മതി. എന്നാൽ ഈ പ്രശ്നമൊക്കെ തീരുന്നു മനസ്സിലാക്കി മനസ്സറിഞ്ഞ് പിൻവാങ്ങുകയാണെങ്കിൽ അവർക്കൊരു പക്ഷേ അള്ളാഹുവിന്റെ റസൂലും ക്ഷമാപണം നടത്തി കൊടുക്കാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ലേ? ഈ വ്യാജമുടി റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് നിലനിർത്തുന്ന കാലഘട്ടത്തോളം ഒരു രക്ഷയില്ല. അവരെ ഒഴിവാക്കൂലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ തകർന്ന് ചിന്ന ഭിന്നമാകണം. കാരണം ആദരണീയനായ ഉസ്താദുൽ അസാത്തിദ് ഈസു മഹത്തുക്കയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മറഖദഹു അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നമുക്കൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച മനുഷ്യനാണ്. SKSF രൂപീകരിക്കുന്ന ദിവസത്തിന്റെ 2 ദിവസം മുമ്പ് അദ്ദേഹം വന്യ വയോധികനാണ്. അദ്ദേഹത്തിന് നേരിട്ട് ആ പരിപാടിയിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റാത്ത ശാരീരികമായ അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ദുആ ചെയ്യിപ്പിക്കാൻ ഈ വിനീതൻ 2 കൂട്ടുകാരും അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പും സലാം താലിമി കരുവാര കൊണ്ടുപോയി ഞങ്ങൾ ഇങ്ങനെ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കണ്ടേ, പശ്ചാത്തലം നേരത്തെ അറിയാമല്ലോ, അത് രൂപീകരിക്കാൻ തീരുമാനിച്ചു. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. മറ്റന്നാളാണ്, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണോ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദുആ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആശംസ എഴുതി തരികയും ചെയ്തിട്ട് അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടിയും ഈ സംഘടന ഭാവിയുടെ വിജയത്തിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കണ്ണിയത്ത് ഉസ്താദ് മാത്രമല്ല, ഒരു വല്ലാത്ത ഭാഗ്യമാണ് മഹാനായ ശംസുലമ AK ഉസ്താദ് അളവറ്റ് നമ്മളെ സ്നേഹിച്ചിരുന്നു. അവർക്കൊന്നും തപ്പില്ലരായി ആരും ഇന്നില്ലല്ലോ. ശംസുലമ വളരെ താല്പര്യത്തിട്ടാണ് നിങ്ങൾക്ക് സ്വന്തമായൊരു ആസ്ഥാനമാണ്. ശംസുലമ ആരോടൊന്നും പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ കോഴിക്കോട് മുഗൾ ഹോട്ടലിന്റെ 101 എന്ന് പറയുന്ന റൂം, അത് കടമേരി കോളേജിന്റെ ഹോട്ടലാണ്, ലോഡ്ജാ. അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് റൂം തൽക്കാലം അവിടെ എടുത്ത് പ്രവർത്തിക്കുന്നതിന് പ്രയാസം കണ്ടപ്പോ മഹാനായ ശംസുലമ പറഞ്ഞു, എടാ നിങ്ങൾക്കിത് പോരാ, നിങ്ങൾക്ക് സ്വന്തമായൊരു ആസ്ഥാനം വേണം, നിങ്ങൾ സ്ഥലം എടുക്കണം, നിങ്ങൾ ഓഫീസ് പണിയണം, നിങ്ങൾക്ക് സ്വന്തമായി പത്രം വേണം. ഇതൊക്കെ നമ്മുടെ ആളുകൾ വിളിച്ചാന്ന് പറഞ്ഞു. ശംസുലമക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ, ആ ദീർഘദർശനം ഉണ്ടായിരിക്കാം. അദ്ദേഹമാണ് നമുക്ക് സ്ഥലത്ത് തന്നത്.
സ്ഥലത്ത് അഡ്വാൻസ് കൊടുക്കുന്ന ഘട്ടത്തിൽ ആ സ്ഥലം ഏറ്റുവാങ്ങാൻ മഹാനായ ശംസുലമ നേരിട്ടാണ് വന്നത്. അദ്ദേഹമാണ് ആ സ്ഥലം ഏറ്റെടുത്തത്. അദ്ദേഹമാണ് തന്റെ കൈ കൊണ്ടൊരു കസേര അപ്പുറത്ത് കൊണ്ടുവരിച്ചത്. നമ്മുടെ സ്ഥല ഈ കസേര മാറ്റി വെക്ക്, വേറെ നമ്മുടെ കസേര വന്നിട്ട് അതിലിരുന്നിട്ട് ദുആ ചെയ്തു. ആ മഹാന്മാരൊക്കെ വലിയ പിൻബലം. ആ പിൻബലത്തിന്റെ കൂട്ടത്തിൽ അന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചതിന് 10,000ങ്ങളുടെ കൂട്ടത്തിൽ ഈ വിനീതൻ സാക്ഷിയാണ്. കോഴിക്കോടും മലപ്പുറത്തുമുള്ള 10,000 കേട്ട പ്രാർത്ഥന ഇന്നും ഓഡിയോ CD-യിൽ നമുക്കത് ക്ലിപ്പുകായിട്ട് ലഭ്യമാണ്. ഈ വിഭാഗത്തിന് ഒരാളും ഒരു ഒത്താശം ചെയ്തു കൊടുക്കരുത്. അവരല്ലാഹു മുഖക്കെടുത്തട്ടെ. അവരൊരു അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ സ്വന്തം പെരക്കാർ മാത്രമാകാൻ സാധ്യതല്ല. അവരുമായി ബന്ധപ്പെട്ട ആളുകളെ മൊത്തം അദ്ദേഹം ഉദ്ദേശിക്കാം. അവരൊക്കെ അല്ലാഹു 2 വീട്ടിൽ ഹൈറിലാക്കാതിരിക്കട്ടെ. അവരെ മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ, ഈ മുഖം കെടുക്കാനൊക്കെ പറഞ്ഞാൽ അവരെ നിന്ദരാകട്ടെ എന്ന അർത്ഥം. അതൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു വെച്ചതാ. അങ്ങനെ അന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു വെങ്കിൽ തൊട്ടുപ്പുറത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സാദാത്തുകൾ ഏറ്റവും ആദരണീയനും മലയാളി മുസ്ലിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർ, അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളവർ പച്ചയായി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രഖ്യാപിച്ചത്. ആരെന്ത് പറഞ്ഞാലും ശരി, ഈ വ്യാജമുടിയുമായി ഇറങ്ങി തിരിച്ചവരെ മുസ്ലിം സമുദായം പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റും തങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സംഭവിക്കും. അതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ മുടിയുമായി ഇവർ മുന്നോട്ട് പോകണം. ഈ മുടി കാന്തപുരം തിരിച്ചു കൊടുക്കാൻ പാടില്ല. അവ തിരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പേരിൽ അവർ ചിന്ന ഭിന്നമായി പോകുമെന്ന് മാത്രമല്ല, അടി തുടങ്ങുന്നത് മാത്രമല്ല, കാന്തപുരത്തിന് കേരളം പോയിട്ട് ഇന്ത്യയിൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വൈകാതെ വരും. കാരണം ഈ ഷാർ മുബാറക്കിൽ നിന്ന് പള്ളി സ്ഥാപിക്കാൻ ജനലക്ഷങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, അത് പക്ഷേ ഒരുപാട് ആളുകൾ വിട്ടേക്കും. കാരണം കുറച്ച് പൈസ അങ്ങനെ പിരിച്ചതാ. തൊട്ടുപ്പുറത്ത് ആ പള്ളിക്കു ചുറ്റുമുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോടികളാണ് ഇയാൾ ഷെയർ പിരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ മന്ത്രിമാരെ കൊണ്ട് ശിലാസ്ഥാപനം നടത്താൻ വെറുതും സാധിക്കൂല. അതൊക്കെ മന്ത്രിമാരെ കൈയെടുക്കണമെങ്കിൽ, മന്ത്രിമാരെ അംഗീകരിക്കുന്ന ജനലക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് മന്ത്രിമാരെ പങ്കെടുപ്പിക്കാൻ കാന്തപുരത്തിന് സാധിക്കണമെങ്കിൽ കാന്തപുരം ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യേണ്ടി വരും, ഭൗതിക സംവിധാനങ്ങൾ. അതൊക്കെ ചെയ്താലേ അവർ കയ്യിലെടുക്കാൻ സാധിക്കും. അങ്ങനെ കാന്തപുരം ഫസ്റ്റ് ഘട്ടം ഷെയർ വാങ്ങി ഇതിന് തുടക്കം കുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി വ്യാജമാണിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാന്തപുരം വിഭാഗത്തിലെ ഈ പൊന്മള വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ നിസ്സാരന്മാരല്ല. സംഘടനയിൽ അവർക്ക് നല്ല ഗ്രിപ്പുണ്ട്. അവർ തൽക്കാലം സംഘടന കൂടെ നിന്നാലും ശരി, നിന്നില്ലെങ്കിലും ശരി, നമുക്കത് പ്രശ്നമല്ല. അവരെ ഉള്ളിലുള്ള ഈ പ്രശ്നം, അവരെ കൃത്യമായ വാചകങ്ങളല്ലേ, അവരുടെ വിശദീകരണങ്ങളല്ലേ ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ വിശദമായി ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ വ്യാഴാഴ്ച വരാൻ പോവുകയാണല്ലോ. ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി അവർ പിളർന്നാലും ശരി, പിളർന്നില്ലെങ്കിലും ശരി, അവർ തമ്മിലടിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് ചാനലിലൂടെ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ധനികന്മാർക്ക് ഈ നോളജ് സിറ്റിയിലെ വിശ്വാസം നഷ്ടപ്പെടും. അടുത്ത ഷെയർ കൊടുക്കൂല, പണി നടക്കൂല. കൊടുത്ത ഷെയർ കാന്തപുരം തിരിച്ചു കൊടുക്കേണ്ടി വരും. തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ കാന്തപുരത്തിന് സാധിക്കൂല. ആ പദ്ധതി വഴിയിലിട്ട് അദ്ദേഹത്തിന് പോകുന്ന ഘട്ടത്തിൽ നേരത്തെ കാശിനോട് മറിയാൻ സാധേ അദ്ദേഹത്തിന് രാജ്യത്ത് പോലും നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വരാൻ പോകുമെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ആ വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരെ 2 കൂട്ടരെയും അള്ളാഹു അവരെ മുഖം കെടുത്തട്ടെ, അവരെ അള്ളാഹു 2 കൂട്ടരും ഹൈറിലാക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആ വാചകം മുസ്ലിം സമുദായം അവരെ പുറങ്കാലം കൊണ്ട് ചവിട്ടുമാറ്റുമെന്ന് പറഞ്ഞ പ്രയോഗം കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ല വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അടിവരയിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിന് പ്രയാസമുണ്ടാക്കുന്ന ആളുകൾ, വറസൂലഹു തന്റെ പ്രവാചകർക്കും പ്രയാസമുണ്ടാക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറന. അള്ളാഹുവിന്റെ റസൂലിന് വിഷമമുണ്ടാക്കുന്ന ആളുകൾ, വിഷമം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ കാര്യത്തിൽ അള്ളാഹിന്റെ റസൂലിന് കുറച്ചൊന്നുമല്ലൊരു വിഷമുണ്ടായിട്ടുള്ളത്. നമുക്ക് പോലും പ്രയാസം. പടച്ചറബെ ഞങ്ങൾ പ്രതിരോധിക്കാനാണെങ്കിലും ഇത് ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത് എന്തുമാത്രം ദുഃഖകരമാണ്, പ്രയാസകരമാണ്, വേദനാജനകമാണ്. അത്ര പ്രയാസകരമായി റസൂലുള്ളാഹിനെ പൊതുസമൂഹത്തിൽ വലിച്ചഴച്ച് പിണറായി വിജയൻ പോലും ഈത് മുടിയും കത്തും, പ്രവാചകന്റെ മുടിയും കത്തുമെന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചു വെക്കാൻ ആവശ്യമായ പിൻബലം കൊടുത്ത് സാക്ഷാൽ കാന്തപുരല്ലേ. ഈ കാന്തപുരത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ
ഈ പുസ്തകം എഴുതിയില്ലേ, സിറാത്തിൽ ലേഖനം എഴുതിയില്ലേ, അത് അങ്ങനെ പ്രവാചകന്റെ മുടിക്കുള്ള ഈ പ്രത്യേകത അത് ഏത് കാലത്തും നിലനിൽക്കണമെന്നില്ല എന്നാണ് ഒഴിഞ്ഞു മാറി എഴുതിയില്ലേ, പ്രവാചകരുടെ പ്രത്യേകത പോലും നിഷേധിച്ചില്ലേ. അങ്ങനെ റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ച ഈ ആളുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല ലഅനഹുമുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ. അവർക്ക് ലഅനല്ലാഹു ഫിൽ ആഖിറ എന്നല്ല, അല്ലാഹു ആഖിറത്തിൽ അവരെ റഹ്മത്ത് വിദൂരാക്കുന്നല്ല. ഖുർആൻ പറഞ്ഞ വാക്കാ ലഅനഹുമുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അവരെ അകറ്റി നിർത്തും. തീർന്നില്ല. ആ ഖുർആന്റെ ശൈലി നോക്കണം. അള്ളാഹുർക്ക് സജ്ജമാക്കി വച്ചിരിക്കുന്നു അദാബം മുഹീന. കാഫറുകളെ കുറിച്ച് പറയുന്നത് അദാബൻ അലീമ എന്നൊക്കെ പറയാറുണ്ട്, വേദനാജനകമായ ശിക്ഷ. ഇവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷ അല്ല, അദാബം മുഹീന, നിന്ദിക്കുന്ന ശിക്ഷ എന്ന ഖുർആന്റെ ശൈലി. സുബ്ഹാന ജല്ല ജലാലുഹു. അള്ളാഹുവിന്റെ ഓരോ സംവിധാനം നോക്കണം. കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു അള്ളാഹുവിന്റെ മുഖം കെടുത്തിട്ടാണ് നിന്ദിക്കട്ടെ, കണ്ണീർ ഉസ്താദിന്റെ പ്രാർത്ഥന. ഹൈദർ ശിഹാബ് തങ്ങൾ പറയുന്നു ഒരാളുടെ ദേഷ്യം ഞങ്ങളെ മുഖത്തടിക്കുക അല്ലെ അടിച്ച് വിടുക ചെയ്യുക. ഇത് പുറങ്കാല കൊണ്ട് ചവിട്ടി മാറ്റണം, നിന്ദിക്കുക. പുറങ്കാല് കാലുകൊണ്ട് ചവിട്ടി മാറ്റുക, നിന്ദിക്കുക എന്നതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഖുർആൻ പറയണത് നിന്ദിക്കുന്ന ശിക്ഷ ഒരാൾക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനോ വിഷമുണ്ടാക്കും. ആ വിഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ഈ അർത്ഥത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെടും, നിന്ദിക്കപ്പെടും, കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എനിക്കെന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത് നമ്മൾ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അള്ളാഹുവിന്റെ ഹബീബിനോട് കൂടുതൽ കടപ്പാട് കാണിക്കാനും അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി കൂടുതൽ സ്വലാത്തും സലാമും ചൊല്ലുവാനും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി നമ്മൾ ഇന്ന് വരെ ഇതിന്റെ പേര് ഒരു കളവും പറഞ്ഞിട്ടില്ല, ഒരു കളങ്കവും നമ്മുടെ ആളുകൾക്കിടയില്ല. നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഇതിന്റെ പേരിൽ ഒരുപാട് കാശ് പോക്കറ്റിൽ ചെലവായിട്ടുണ്ട്. എന്നല്ലാതെ ആർക്കും ഇതുകൊണ്ട് ഭൗതികമായൊരു നേട്ടവും നേടിയെടുത്തിട്ടില്ല. എനിക്കറിയാം, ദുബൈയിൽ വരുന്ന സമയത്ത് ഈ ക്ലാസ് റൂം നടത്താൻ പോലും ഇന്ന് നേരിട്ട് അതിനുള്ള സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുപോലും ആരെയും അറിയിക്കാതെ വളരെ സ്വകാര്യമായിട്ട് അതിന്റെ സംഘാടകർ സ്വയം നേരിട്ട് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചത്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്റെ കയ്യിൽ കുറച്ച് ദിർഹം ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് ഇന്നയാളെ കൈവശം കൊടുക്കണം. ഞാൻ പറഞ്ഞു, എന്താ എത്ര ഒരു കാശ്? അത് ക്ലാസ് റൂമിൽ നടത്തിയപ്പിന് കാശ് ആവശ്യമാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ അദ്ദേഹം എടുത്തതായിരുന്നു, അപ്പൊ എന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കാതെ പറഞ്ഞാൽ ഇതിന്റെ മുഖ്യ സംഘാടകരാണ്. ആ തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിലുടനീളം പരിപാടികൾ നടക്കുമ്പോൾ അവിടേക്ക് ഓടിയെത്തി ലൈവായത് പ്രേക്ഷകർക്ക് നൽകുന്ന സുഹൃത്തുക്കൾ. ഇപ്പൊ തന്നെ ഈ ക്ലാസ് റൂം ഇവിടെ നിന്ന് സജ്ജീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കൾ, ബഹുമാന്യ നൂറുദ്ദീൻ തങ്ങൾ, ബഹുമാന്യനായ ഇസ്ഹാഖ് സാഹിബ് മഞ്ചേരി, അതുപോലെ പ്രിയപ്പെട്ട മൻസൂർ അലി സാഹിബ്, ഇവരൊക്കെ ഇന്ന് ഹർത്താലാണ്. ഒരു വാഹനം പോകാൻ വളരെ പ്രശ്ന സാധ്യതയുള്ള ഘട്ട. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് 19 കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് നൂറുദ്ദീൻ തങ്ങളെ കൂടെ എത്തിച്ചേർന്നത്. ഓടിയെത്തി ഇത് സംഘടിപ്പിക്കാൻ ഇതുപോലെ എന്നും പ്രവർത്തിക്കുന്ന ആളുകൾ. ഇത്തരം ആളുകൾക്ക് നമുക്ക് ആശ്വസിക്കാം. നമ്മൾ ചെയ്ത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധർമ്മ സമരത്തിന്റെ ഭാഗം. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്കൊരു സൗഭാഗ്യം കിട്ടിയാലോ, തൗഫീഖ് കിട്ടിയാലോ. ഒപ്പം ഈ ക്ലാസ് റൂമിന്റെ പ്രചാരകരും പ്രവർത്തകരുമായ പ്രത്യേകിച്ച് എന്റെ ബഹുമാന്യനായ നൂർ ഫൈസി, ഗഫൂറാജി അബുദാബി, അതുപോലെ സലാം ബാക്കബി, പ്രത്യേകമായി എടുത്തു പറയേണ്ട 1-2 ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്, ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമ്മുടെ സുന്നിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാന്യനായ നൌഷാദ് സാഹിബ്, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ARCKP, അത് ഇപ്പൊ നാട്ടിലുണ്ട്. ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ, ഇവർ ഭംഗിയായി ഈ വിഷയങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ട് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലരും നമ്മളെ പുച്ഛിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു, പരിഹാസ വാക്കുകൾക്ക് വിധേയരായിരുന്നു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? യഥാർത്ഥം നിർത്തേണ്ടതായിരുന്നില്ല. എന്റെ പൊന്നനുജന്മാർ ഈ ക്ലാസ് റൂം തുറന്ന് ഈ ക്ലാസ് റൂമിലൂടെ നടത്തിയ നിരന്തരമായ നിർത്താത്ത പോരാട്ടത്തിന്റെ ഫലമായി ആരെതിർത്താലും ശരി ഈ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പലരും പറയാറുണ്ടായിരുന്നു, റമദാനിലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിവെച്ചുകൂടെ? അപ്പന്റെ അനുജന്മാർ പറയുന്ന മറുപടി, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സമയമാണ് റമദാൻ, അത് റമദാനിൽ കൂടുതൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈ വിശദീകരണവുമായി അവസാനം വരെ മുന്നോട്ട് പോയ സുഹൃത്തുക്കളെ, അഭിമാനിക്കാൻ നിങ്ങൾക്ക്. നിങ്ങൾ നടത്തിയ ഈ പ്രചരണത്തിന്റെ ഫലമായി
സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായ സാധുജനങ്ങൾ മാത്രമാണ് ഇത് ഷാറൂഖ് മുബാറക്കാണെന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷേ പുതിയ സംഭവവികാസ പശ്ചാത്തലത്തിൽ അവിടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും ഈ ടെലിവിഷൻ അഭിമുഖങ്ങളും ടെലിവിഷനിലുള്ള വാർത്തകളും ഈ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങളും ടോട്ടലി കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് അവരൊക്കെ ഇത് കൈയൊഴിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോട്ടക്കലടുത്ത് ഒരു വീട്ടിൽ ഒരു ഉമ്മ മിനിഞ്ഞാന്ന് ഈ TV-യിലെ വാർത്തയും മറ്റു വിശദീകരണവും അറിഞ്ഞിട്ട് ഏപ്പിക്കാരനായ മകനോട് പറഞ്ഞു, ഏടാ ചെറുക്ക, നീ എന്നെ ഈ വെള്ളം കുടിപ്പിച്ചില്ലേ, ഇത് ഇങ്ങനത്തെ വെള്ളം കിട്ടില്ലേ, പൊന്മനുസ്ഥാനം അംഗീകരിക്കാത്ത വെള്ളമാണിതില്ലേ, ആഹാ പിന്നെ ആരത് അംഗീകരിക്കണത് എന്ന് പറഞ്ഞ് മകനെ തെറി വിളിച്ച സംഭവം ഉണ്ടായി. മകൻ SSFകാരനാ. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ ഏപ്പിക്കാരുടെ വീട്ടിൽ ആ വാങ്ങി വച്ച വെള്ളം എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുപോയി ഒഴിക്കണോ അതോ ഉമ്മ കാണാതെ മാറ്റിവെക്കണോ, എങ്ങനെ കൈകാര്യം ചെയ്യും, ടോട്ടലി കൺഫ്യൂഷനില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച അള്ളാഹുവിന് 1000 സ്തുതി. അള്ളാഹുവിന്റെ ഹബീബിന് സ്വല്ലല്ലാഹു വസല്ലം അലൈക യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ് നമുക്ക് എപ്പോഴും സ്വലാത്തും സലാമും അർപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വിശദമായി നമുക്ക് കോഴിക്കോട് നിന്ന് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പരസ്പരം എപ്പോഴും ദുആ ചെയ്യുമെന്നറിയാം. ഈ തരത്തിലുള്ള ഇത്ര നിഷ്കളങ്കരായ ഒരു കൂട്ട് കെട്ട് ഹദീസിൽ പറയുന്നത് പോലെ ഞാൻ വേറെ കേട്ടിട്ടില്ല. ക്ലാസ് റൂമായി ബന്ധപ്പെട്ട ആളുകളെ എവിടെ ഗൾഫിൽ ചെന്നാലും നാട്ടിൽ ചെന്നാലും ഈ ആളുകളൊക്കെ നമ്മൾ പരിചയമുണ്ട്. പക്ഷെ നേർക്കുനേരെ കണ്ടാലേ അറിയൂ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അടുത്തറിയുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. നമുക്ക് ഗൾഫിൽ ചെല്ലുന്ന സമയത്ത് ഈ ഓരോ റൂമുകളിൽ ചെല്ലുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോകും. അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള പിന്നെ സാധാരണക്കാരായ സ്ത്രീകൾ, അവർക്ക് ക്ലാസ് റൂമിന്റെ അടിമകളാണെന്നാണ്, കുഴപ്പമില്ല. ഇത് 24 മണിക്കൂറും കേട്ടും മനസ്സിലാക്കിയും പഠിച്ചും നിങ്ങളെപ്പോലുള്ള ഇതിന്റെ സംഘാടകരായ പ്രവർത്തകർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 10,000 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അവരൊക്കെ നമുക്ക് ദുആ ചെയ്യും. ഇവിടെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ എൻ്റെ മോള് കുറച്ചു കാലം വിദേശത്തായിരുന്നു. അവൾക്ക് ഇന്ന് എന്തായാലും ഈ പരിപാടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം തൽക്കാലം വീട്ടിൽ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കാരണം ആ തരത്തിൽ, കാരണം ഇത് പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾ പോലും എല്ലാവരും ഈ കാര്യങ്ങൾ ഈ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നിലയിൽ ഈ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കാരണക്കാർ നിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാകട്ടെ. ആണെന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് സംശയം എന്ന് പറഞ്ഞ ചർച്ചയ്ക്ക് സമയം നീക്കിയേക്കാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചർച്ച